ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമൻ അനാലിസിസിനെ പറ്റിയാണ്. സെമൻ എന്നുള്ളത് മെയിൽസിൽ സെമിനൽ വെസിക്കിൾ, എപ്പിഡിഡിമിസ്, ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് എന്നീ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സെക്രീഷനാണ് സെമൻ എന്നുള്ളത്. ഇതിൽ സ്പെർമാറ്റോസോവ അടങ്ങിയിട്ടുണ്ട്. സ്പെർമാറ്റോസോവ അഥവാ സ്പേം അടങ്ങിയിട്ടുണ്ട്. സെമൻ അനാലിസിസ് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മെയിൽ ഇൻഫെർട്ടിലിറ്റി സ്റ്റഡിക്കും അതുപോലെ തന്നെ വാസക്ടമിയുടെ സക്സസ് അറിയാൻ വേണ്ടിയിട്ടാണ്. വാസക്ടമി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അതായത് സ്പേമിൻ്റെ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഇതിൻ്റെ സക്സസ് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസിൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് സെമൻ അനാലിസിസ് ചെയ്യുന്നത്. സെമൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം 3 to 5 ഡേയ്സെങ്കിലും ആബ്സ്റ്റിനൻസ് വേണ്ടതാണ്. ഇതുകൂടാതെ ഇത് കളക്ട് ചെയ്തതിന് ശേഷമുള്ള ടൈം കണ്ടെയ്നറിൽ ലേബൽ ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ സാമ്പിൾ മാക്സിമം 1 hourന് മുന്നെയെങ്കിലും ലാബിൽ എത്തിക്കേണ്ടതാണ്. ഡ്രൈ ആയിട്ടുള്ള വൈറ്റ് മൗത്ത് കണ്ടെയ്നറിനായിരിക്കണം സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്. സാമ്പിൾ ലാബിൽ എത്തിച്ചതിന് ശേഷം 3 രീതിയിലാണ് സാമ്പിൾ പരിശോധിക്കുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെയാണ് നടത്തുന്നത്. ഇതിൽ ഫിസിക്കൽ എക്സാമിനേഷനിൽ ലിക്വിഫാക്ഷൻ ടൈം, വിസ്കോസിറ്റി, കളർ, വോളിയം, റിയാക്ഷൻ എന്നിങ്ങനെയാണ് നോക്കുന്നത്. ലിക്വിഫാക്ഷൻ ടൈം. സെമൻ ലിക്വിഫൈ ആകാൻ എടുക്കുന്ന സമയത്തിനെയാണ് ലിക്വിഫാക്ഷൻ ടൈം എന്ന് പറയുന്നത്. സെമൻ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ കൊയാഗുലം പോലെയാണ് കാണപ്പെടുന്നത്, കട്ടിയുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ലിക്വിഡ് ആകുന്നത് പ്രോസ്റ്റാറ്റിക് എൻസൈംസ് ആയ പ്രോട്ടിയേസസ്, പെപ്സിനോജൻ, അമൈലേസ്, ട്രാൻസെമിനേസ് എന്നിങ്ങനെയുള്ള എൻസൈംസും അതുപോലെ തന്നെ പ്രോസ്റ്റാറ്റിക് ആൻറ്റിജൻ്റെയും ആക്ഷൻ മൂലമാണ്. ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ലിക്വിഫാക്ഷൻ ടൈം ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പാസ്റ്റർ പിപ്പറ്റിൽ സെമൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഡ്രോപ്പായി വീഴുന്നുണ്ടെങ്കിൽ ലിക്വിഫൈ ആയെന്ന് പറയാം. അതേസമയം അതിൽ നിന്ന് ത്രെഡ് പോലെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലിക്വിഫൈ ആയിട്ടില്ല എന്ന് പറയാം. ലിക്വിഫാക്ഷൻ ടൈം നോർമൽ 30 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആകണം, നോർമൽ അതാണ്. അതേസമയം ലിക്വിഫൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 30 മിനിറ്റ് ഇൻക്യുബേറ്ററിൽ 37 ഡിഗ്രി സെൽഷ്യസിൽ വെക്കും. ആ 30 മിനിറ്റിന് ശേഷം, അതായത് 60 മിനിറ്റിന് ശേഷവും ലിക്വിഫൈ ആയിട്ടില്ലെങ്കിൽ ലിക്വിഫൈ ആയില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും. 1 hourന് എബോവ് ആയി കഴിയുമ്പോൾ ലിക്വിഫൈ ആയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും കൊടുക്കുന്നത്. നോർമൽ 30 മിനിറ്റിൽ താഴെ ആകാവൂ. ലിക്വിഫാക്ഷൻ ടൈം കൂടുന്നത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ്. അതായത് ലിക്വിഫൈ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ കൊയാഗുലം പോലെയാണ് കാണപ്പെടുന്നത്. അതിനർത്ഥം സ്പേമിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ഇത് കാരണമാണ്. ഫിസിക്കൽ എക്സാമിനേഷനിൽ രണ്ടാമതായി വരുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പാസ്റ്റർ പിപ്പറ്റിൽ സാമ്പിൾ എടുക്കുമ്പോൾ വിസ്കസ് ആയിട്ട് കട്ടിയുള്ളതായിട്ട് കാണപ്പെടുകയാണെങ്കിൽ, സാമ്പിൾ ഡ്രോപ്പായി നോക്കുമ്പോൾ വിസ്കസ് ആയിട്ട് കാണപ്പെടുന്നതാണെങ്കിൽ വിസ്കോസിറ്റി കൂടുതലാണെന്ന് പറയാം. അതായത് വിസ്കോസിറ്റി കൂടുമ്പോൾ സ്പേമിൻ്റെ മോട്ടിലിറ്റിയാണ് ഇത് ബാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സെർവിക്കൽ മ്യൂക്കസിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറാനുള്ള സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ ഇത് ബാധിക്കുന്നു. നെക്സ്റ്റ് കളറാണ്. നോർമലായിട്ടുള്ള സെമൻ്റെ കളറ് ഗ്രേയിഷ് വൈറ്റ് കളറാണ്. അബ്നോർമലായിട്ട് വരുന്നത് റെഡ് കളറ്, യെല്ലോ കളർ എന്നിങ്ങനെയുള്ള കളറിലാണ്. റെഡ് കളർ വരുന്നുണ്ടെങ്കിൽ RBCയുടെ, അതായത് ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് റെഡ് കളർ വരുന്നത്. ഇങ്ങനെ റെഡിഷായിട്ട് കാണപ്പെടുന്നത് സെമിനൽ വെസിക്കിളിന് എന്തെങ്കിലും ബ്ലീഡിങ് ഉള്ളപ്പോഴൊക്കെയാണ്. ഇതുകൂടാതെ യെല്ലോ കളർ വരുന്നത് പസ്സിൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ മൂലം സെമിനൽ വെസിക്കിളിനോ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് യെല്ലോ കളറിൽ കാണപ്പെടുന്നത്. ഇത് പസ്സിൻ്റെ പ്രസൻസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പസ്സിൻ്റെ പ്രസൻസ് സെമനിൽ കാണുകയാണെങ്കിൽ ഇതിനെ പയോസ്പെർമിയ എന്ന് പറയുന്നു. വോളിയം. നോർമൽ വോളിയം, സെമൻ്റെ നോർമൽ വോളിയം എന്ന് പറയുന്നത് 1.5 ml മുതൽ 5 ml വരെയാണ് നോർമൽ വോളിയം. ഇതിൽ ഹൈ വോളിയം, അതായത് വോളിയം കൂടുതലാണ്, സാമ്പിൾ എടുക്കുന്ന വോളിയം കൂടുതലാണെങ്കിൽ അത് ആക്സസറി ഗ്ലാൻസിന് എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആബ്സ്റ്റിനൻസ് പ്രൊലോങ്ഡ് ആയിട്ട് കാണുകയാണെങ്കിലും വോളിയം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലോ വോളിയം വരുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കളക്ഷനാണ്.
കംപ്ലീറ്റ് ആയിട്ട് കളക്ട് ചെയ്യാത്തതും, അതുപോലെ തന്നെ ഇജാക്കുലേറ്ററി ഡക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഇതെല്ലാം, ഇജാക്കുലേറ്ററി ഡക്റ്റിന് ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ മൂലവുമാണ് ലോ വോളിയം വരുന്നത്. റിയാക്ഷൻ: സെമൻ്റെ നോർമൽ pH ആൽക്കലൈൻ ആണ്, അതുകൊണ്ട് തന്നെ റിയാക്ഷൻ ആൽക്കലൈൻ ആണ്. 7.2 മുതൽ 8.9 വരെയാണ് pH വരുന്നത്. ഇതിൽ pH കൂടുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസായ പ്രോസ്റ്റേറ്റിനോ സെമിനൽ വെസിക്കിൾസിനോ എപ്പിഡിഡിമസിന് എന്നിങ്ങനെയുള്ളവയ്ക്ക് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ്. അതുപോലെ തന്നെ pH കുറയുന്നത് ഇജാക്കുലേറ്ററി ഡക്റ്റിന് ഒബ്സ്ട്രക്ഷൻ ഉള്ളപ്പോഴാണ്. ഇത് കൂടാതെ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ സാധാരണ അസിഡിക് നേച്ചറാണ്, പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ടെങ്കിലും pH കുറയുന്നു. ഇതുപോലെ തന്നെ സെമൻ കളക്ട് ചെയ്യുമ്പോൾ യൂറിൻ അടങ്ങിയിട്ടുണ്ടെങ്കിലും യൂറിനുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും pH കുറഞ്ഞ് കാണപ്പെടുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ ആദ്യമായി വരുന്നതാണ് സ്പേം മോട്ടിലിറ്റി. സ്പേം മോട്ടിലിറ്റിയിൽ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ചെയ്യുന്നത്. ഇതിനായി ഒരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക. അതിനുശേഷം കളക്ട് ചെയ്ത സെമനിൽ നിന്ന് 1 ഡ്രോപ്പ് ആ ഗ്ലാസ് സ്ലൈഡിൽ വെക്കുക. അതിനുശേഷം കവർ സ്ലിപ്പ് ഇടുക. കവർ സ്ലിപ്പ് ഇട്ടതിന് ശേഷം മൈക്രോസ്കോപ്പിൻ്റെ ഹൈ പവർ ഒബ്ജക്റ്റീവിൽ നോക്കുക. അതിൽ 200 സ്പേമിനെയെങ്കിലും കൗണ്ട് ചെയ്യണം. ഇങ്ങനെ ഒരു 200 സ്പേമിൻ്റെ മോട്ടിലിറ്റി ചെക്ക് ചെയ്യും. ഇതിൽ മോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്, സ്പേമിൻ്റെ മൂവ്മെൻറ്റ്. ഈ 2 പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് നോർമലായിട്ട് പ്രോഗ്രസ് ചെയ്തു പോകുന്ന സ്പേമും അടുത്ത അബ്നോർമലായിട്ട് ഉള്ള മോട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആക്റ്റീവ്, സ്ലഗ്ഗിഷ്, ഇമ്മോട്ടൈൽ എന്നിങ്ങനെയാണ്. ആക്റ്റീവ് അഥവാ റാപ്പിഡ് പ്രോഗ്രസീവ് മൂവ്മെൻറ്റ്, അതായത് ഒരു മൈക്രോസ്കോപ്പിക് ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്തു പോകുന്നതാണ് റാപ്പിഡ് പ്രോഗ്രസീവ് മൂവ്മെൻ്റ് ഉള്ളവ. അതേസമയം സ്ലഗ്ഗിഷ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് മൂവ് ചെയ്തു പോകുന്നവ, അതിൻ്റെ മൂവ്മെൻറ്റ് സ്ലോ ആയിട്ടായിരിക്കും, അതാണ് സ്ലഗ്ഗിഷിൽ കൊടുക്കുന്നത്. ഇമ്മോട്ടൈൽ എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നിൽക്കുന്നവയാണ് ഇമ്മോട്ടൈൽ എന്ന് പറയുന്നത്. ഡെഡായിട്ടുള്ള സ്പേമായിരിക്കും കൂടുതലും. അതിൽ ആക്റ്റീവ് അഥവാ റാപ്പിഡ് പ്രോഗ്രസീവ് മൂവ്മെൻറ്റിന് നോർമൽ > 40% ആണ് വേണ്ടത്. സ്ലഗ്ഗിഷ് അങ്ങനെ വരാൻ പാടില്ല, എങ്കിലും അത് 32% ആണ് പറയുന്നത്. അപ്പോൾ ആക്റ്റീവാണ് ശരിക്കും വേണ്ടത്, 40% എബോവ് വേണം. ഇത് കൂടാതെ തന്നെ ആ മൈക്രോസ്കോപ്പിക് സ്ലൈഡിൽ നിന്ന് തന്നെ പസൽസ് ഉണ്ടോയെന്ന് RBC, ബാക്ടീരിയ എന്നിങ്ങനെയുള്ളവയുടെ കൗണ്ടും നോക്കും. പസൽസ് ഒരു 3 to 5 ഒക്കെ നോർമലാണ്. അതിൽ എബോവ് ആണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സെമിനൽ വെസിക്കിളിനോ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അതിന് അർത്ഥം. പസൽസ് സെമനിൽ കാണുന്നതിനെ പയോസ്പെർമിയ എന്ന് പറയുന്നു. അതുപോലെ തന്നെ RBC കാണുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ട്രോമ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ RBC കാണപ്പെടുന്നു. ഇതിനൊക്കെയുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ബാക്ടീരിയയുടെയൊക്കെ പ്രസൻസ് അതിൽ കാണുകയാണെങ്കിലും പസൽസ് കൂടുതലായിട്ട് കാണുകയാണെങ്കിലും സെമൻ കൾച്ചറിനുമൊക്കെ വിടുന്നുണ്ട്. അടുത്തതായി സ്പേം കൗണ്ടാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യം സ്പേം മോട്ടിലിറ്റി മൈക്രോസ്കോപ്പിക് സ്ലൈഡ് നോക്കിയതിന് ശേഷം സ്പേം കൗണ്ട് നോക്കും. അതായത് ഒരു 1 ml സെമനിൽ എത്രമാത്രം സ്പെർമാറ്റോസോവ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നതാണ് സ്പേം കൗണ്ട് അഥവാ ടോട്ടൽ സ്പേം കൗണ്ട് എന്ന് പറയും. ഇതിനായി WBC പിപ്പറ്റ്, അതായത് WBC കൗണ്ട് ചെയ്യുന്ന ആ സെയിം പിപ്പറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നതിന്. കളക്ട് ചെയ്യുന്ന സെമൻ സാമ്പിൾ 0.5 മാർക്ക് വരെ WBC പിപ്പറ്റിലെടുക്കും. അതിനുശേഷം സെമൻ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് ഉണ്ട്, അതായത് ഇതിനുള്ള റിയേജൻ്റാണ്. സെമനെ ഡൈലൂട്ട് ചെയ്യണം, അതായത് സെമനകത്ത് സ്പേമിൻ്റെ അളവ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഇതിനെ ഡൈലൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ സെമൻ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് 11 മാർക്ക് വരെ എടുക്കും. WBC പിപ്പറ്റിനകത്തുള്ള മാർക്കിംഗ് പിക്ചർ കാണിച്ചിട്ടുണ്ട്. 0.5 മാർക്കും 11 മാർക്കും കാണാൻ പറ്റുന്നുണ്ട്. അത് 0.5 മാർക്ക് വരെ സെമനും 11 മാർക്ക് വരെ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡും എടുക്കണം. ഇതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൗണ്ടിങ് ചേമ്പറിൽ ചാർജ് ചെയ്യണം. ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്, അത് 5 ഗ്രാം. അതുപോലെ ഈ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡിനകത്തുള്ള കണ്ടൻറ്റ് സോഡിയം ബൈകാർബണേറ്റ് 5 ഗ്രാം, ഫോർമാലിൻ 1 ml, ഡിസ്റ്റിൽഡ് വാട്ടർ 100 ml ഇങ്ങനെയാണ്. അതിൽ ഫോർമാലിൻ ശരിക്കും
സ്പേമിനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നു, അതായത് സ്പേമിൻ്റെ മോട്ടിലിറ്റി ഇല്ലാതാക്കുന്നു. കാരണം നമ്മൾ കൗണ്ടിങ് ചേമ്പർ ചാർജ് ചെയ്യുമ്പോൾ ഈ സ്പേം മോട്ടിലിറ്റിയോട് കൂടിയാണെങ്കിൽ കൗണ്ടിങ് ചേമ്പറിൽ നിന്ന് കൗണ്ട് ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ സ്പേമിനെ ഡെഡായിട്ട് വെക്കുന്നതാണ് ഫോർമാലിൻ ചെയ്യുന്നത്. കൗണ്ടിങ് ചേമ്പറിൽ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിക് ഫീൽഡ് കിട്ടുന്നത്. ഇംപ്രൂവ്ഡ് ന്യൂബർ കൗണ്ടിങ് ചേമ്പറാണിത്. ഇതിലെ WBC സ്ക്വയറുകളാണ്, അതായത് കോർണറിലുള്ള 4 സ്ക്വയറുകളാണ് കൗണ്ട് ചെയ്യുന്നത്. സ്പേമിൻ്റെ കൗണ്ട് ചെയ്യുന്നത് കോർണറിലുള്ള 4 സ്ക്വയറുകളാണ് കൗണ്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ സ്പേം കൗണ്ടഡ് ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 0.1 ഇൻറ്റു 1000. അതിനെ മൊത്തത്തിൽ ചെയ്യുമ്പോൾ സ്പേം കൗണ്ടഡ് ഇൻറ്റു 50,000 എന്ന് കിട്ടുന്നു. അതായത് ഇൻറ്റു 20 എന്ന് പറയുന്നത് ഡൈലൂഷൻ ഫാക്ടറാണ്. അതായത് 0.5 മാർക്ക് വരെയും സെമനും അതുപോലെ തന്നെ 11 മാർക്ക് വരെ ഡൈലൂട്ടീവ് ഫ്ലൂയിഡും എടുക്കുമ്പോൾ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ അതാണ് 20 എന്ന് പറയുന്നത്. 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 4 സ്ക്വയറാണ്, ഏരിയയാണ് കൗണ്ട് ചെയ്യുന്നത്, ഏരിയ കൗണ്ടഡ് ആണ് 4 എന്ന് പറയുന്നത്. 0.1 എന്ന് പറയുന്നത് കൗണ്ടിങ് ചേമ്പറിൻ്റെ ഡെപ്തുമാണ്. ഇത് ചെയ്യുമ്പോൾ സ്പേം കൗണ്ടഡ് ഇൻറ്റു 50,000 എന്ന് കിട്ടുന്നു. സ്പേം കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ 4 സ്ക്വയറിൽ നിന്നും ആ സെമൻ സാമ്പിൾ, ഏത് സാമ്പിളാണോ കിട്ടുന്നത് ആ സാമ്പിളിലുള്ള സ്പേമിൻ്റെ കൗണ്ടാണ് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്ന കൗണ്ടാണ് സ്പേം കൗണ്ടഡ് എന്ന് പറയുന്നത്. അത് എത്രയാണോ കിട്ടിയത് അത് അപ്ലൈ ചെയ്യുക, ഇൻറ്റു 50,000 ആണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. നോർമൽ സ്പേം കൗണ്ട് 39,928 മില്യൺ ആണ്. ഇത് WHO റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു നോർമൽ വാല്യൂ ആണ്. ഇങ്ങനെ സ്പേമിൻ്റെ കൗണ്ട് കുറയുന്നത് ഇൻഫെർട്ടിലിറ്റിക്ക്, മെയിൽസിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുന്നുണ്ട്. സ്പേമിൻ്റെ കൗണ്ട് കുറയുന്ന കണ്ടീഷനെ, ഡിക്രീസ്ഡ് സ്പേം കൗണ്ട് ഉള്ളതിനെ ഒലിഗോസൂസ്പെർമിയ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില സാമ്പിൾ എടുക്കുമ്പോൾ, സെമൻ എടുക്കുമ്പോൾ അതിൽ ഒരു സ്പേം പോലും കാണാത്ത അവസ്ഥയുണ്ട്. ഇതിനെ അസൂസ്പെർമിയ എന്നും പറയുന്നു. നോ സ്പെർമാറ്റോസോവയാണ് അസൂസ്പെർമിയ. ഇതിൽ അടുത്തതായിട്ട് സ്പേം മോർഫോളജിയാണ് നോക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷനിൽ സ്പേം മോട്ടിലിറ്റി, ടോട്ടൽ സ്പേം കൗണ്ട്, മൂന്നാമതായി സ്പേം മോർഫോളജി എന്നിങ്ങനെയുള്ളതാണ് നോക്കുന്നത്. സ്പേം മോർഫോളജിക്കായിട്ട് നമ്മൾ ലീഷ്മാൻ സ്റ്റെയിൻഡ് സ്മിയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനായി ബ്ലഡ് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ 1 ഡ്രോപ്പ് സെമൻ സാമ്പിൾ ഗ്ലാസ് സ്ലൈഡിൽ വെച്ചതിന് ശേഷം സ്പ്രെഡർ സ്ലൈഡ് ഉപയോഗിച്ചിട്ട് സ്മിയർ പ്രിപ്പയർ ചെയ്യുക. ഇതിനുശേഷം എയർ ഡ്രൈ ആയിട്ടുള്ള സ്മിയർ പിന്നീട് ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്യുക. ഇങ്ങനെ ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഏകദേശം 200 സ്പേമിനെ കൗണ്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ സ്പേമിൻ്റെ മോർഫോളജിയാണ് നോക്കുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ള സ്പേം ഉണ്ടോ, അബ്നോർമലായിട്ടുള്ള സ്പേം ഉണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്യുന്നു. നോർമൽ മോർഫോളജി ഏകദേശം നോക്കുമ്പോൾ 40 മുതൽ 70% നോർമലായിട്ടുള്ള സ്പേം കാണണം. ഇത് നോർമൽ ഒരു സ്പേമിൻ്റെ സ്ട്രക്ചറാണ് കാണിക്കുന്നത്. നോർമലായിട്ടുള്ള ഒരു സ്പേമിന് ഒരു ഹെഡ്, ബോഡി, ടെയിൽ എന്നിങ്ങനെ 3 പാർട്ടാണ് ഉള്ളത്. സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിലാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനിസിസ് എന്നത്. ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം പിന്നീട് അവിടെ നിന്ന് മെച്യൂർ ആയതിനു ശേഷം എപ്പിഡിഡിമിസിലോട്ട് പോകുന്നു. അവിടെ നിന്നാണ് സ്പേമിന് ഈ പറയുന്ന മോട്ടിലിറ്റി, മൂവ്മെൻറ്റും കാര്യങ്ങളുമെല്ലാം കിട്ടുന്നത്. പിന്നെ മോട്ടിലിറ്റി കിട്ടിക്കഴിയുമ്പോൾ ഫെർട്ടിലൈസേഷന് റെഡിയായിട്ടുള്ള സ്പേമാണ് കാണപ്പെടുന്നത്. ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞു സ്പേമിന് 3 പാർട്ടാണുള്ളത്: ഹെഡ്, ബോഡി, ടെയിൽ. ഇതിൽ ഹെഡിലായിട്ട് കാണപ്പെടുന്നത് അക്രോസോം എന്ന് പറയുന്നുണ്ട്. അക്രോസോം എന്ന് പറയുന്നത് അതിനകത്തുള്ള എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ആണ് ഫീമെയിൽസിലെ എഗ്ഗിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ സഹായിക്കുന്നത്. സ്പേമിനെ ഫീമെയിലിൻ്റെ എഗ്ഗിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ സഹായിക്കുന്ന ഈ അക്രോസോമാണ്. അക്രോസോമിലുള്ള എൻസൈംസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ ക്രോമസോം നമ്പർ 23 ആണ്. ഇതുപോലെ തന്നെ ഈ ഹോൾ സ്പേമിനെ കവർ ചെയ്ത് പ്ലാസ്മ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. പിന്നീടുള്ളത് ബോഡി പാർട്ടിലായിട്ട് മൈറ്റോകോൺട്രിയ ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയാണ് സ്പേമിന് മൂവ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നത്. ഇതുകൂടാതെ
ഫ്ലജെല്ലമുണ്ട്. ഫ്ലജെല്ലം എന്ന് പറയുന്നത് ടെയിലാണ്. ടെയിൽ ഹെൽപ്പ് ചെയ്യുന്നത് മൂവ്മെൻറ്റിനാണ്. ടെയിൽ ഇല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ടെയിൽ മൂവ്മെൻറ്റിനും മൈറ്റോകോൺട്രിയ അതിനുള്ള എനർജിയുമാണ് കൊടുക്കുന്നത്. ഇതിൽ ബോഡിയുടെ കാര്യം പറഞ്ഞു. അതിൽ ബോഡി മിഡ് പീസ് എന്നും പറയുന്നുണ്ട്. ഇതിലാണ് മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ നോർമൽ സ്പേമിൻ്റെ സ്ട്രക്ചറാണ്. ഇത്തരത്തിലുള്ള മോർഫോളജി ആയിരിക്കണം കാണപ്പെടേണ്ടത്. അത് 40-70% ആയിരിക്കണം. അല്ലാതെ തന്നെ അബ്നോർമലായിട്ടുള്ള ഫോമിലും കാണപ്പെടുന്നു. ചില സെമൻ സാമ്പിൾ എടുക്കുമ്പോൾ അതിൽ സ്പേമിൻ്റെ സ്ട്രക്ചർ അബ്നോർമലായിട്ട് കാണപ്പെടുന്നു. ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ്. അതായത് ഹെഡിന് ഡിഫക്റ്റ് വരാം, മിഡ് പീസിന് ഡിഫക്റ്റ് വരാം, അതുപോലെ തന്നെ അക്രോസോം എന്ന് പറഞ്ഞ കണ്ടൻ്റ് ഉണ്ട്, അത് ഇല്ലാതെ വരാം, അതുപോലെ തന്നെ ടെയിൽ ഇല്ലാതെ വരാം. ഇതെല്ലാം അബ്നോർമലായിട്ടുള്ള സ്പേം മോർഫോളജിയാണ്. ഒരു സെമൻ എടുക്കുമ്പോൾ അതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നോർമൽ സ്പേം എത്ര, അബ്നോർമൽ സ്പേം എത്ര എന്നിങ്ങനെയുള്ള കൗണ്ടും കൊടുക്കാറുണ്ട്. ഇതിൽ ഹെഡിൽ വരുന്ന ഡിഫക്റ്റ് ഒന്നെങ്കിൽ ലാർജായിട്ടുള്ള ഹെഡ് കാണാം, സ്മോള്, ഇലോങ്ങേറ്റഡ്, അതുപോലെ ഡബിൾ ഹെഡ് എന്നിങ്ങനെയുള്ള കുറേ ഫോംസ് കാണാൻ പറ്റും. ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡ് പീസ് എന്ന് പറയുന്നത് ബോഡി പാർട്ടിനെയാണ് മിഡ് പീസ്. നെക്കോ അല്ലെങ്കിൽ മിഡ് പീസ് എന്ന് പറയുന്നത് ആ ബോഡി പാർട്ടാണ്. അതൊന്നെങ്കിൽ ബെൻഡായിട്ട് കാണപ്പെടാം, അല്ലെന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ളതോ, തിക്കായിട്ടുള്ളതോ, ഇറഗുലറായിട്ടുള്ളതോ, അങ്ങനെയുള്ള എസിമെട്രിക് ആയിട്ടുള്ള അതായത് ഒരു ഷേപ്പ് ഇല്ലാതുള്ളതൊക്കെ ആയിട്ട് കാണപ്പെടാം. അതുപോലെ ടെയിൽ ഡിഫക്റ്റ്, ടെയിൽ ഒന്നെങ്കിൽ കോയിലായിട്ട് കാണപ്പെടും. അതുപോലെ ഷോർട്ട് ടെയിലായിരിക്കും. അതുപോലെ തന്നെ ബ്രോക്കൺ ആയിട്ടുള്ളതോ, ഡ്യൂപ്ലിക്കേറ്റ് ടെയിൽ, ഇതെല്ലാം കാണപ്പെടും. ഇങ്ങനെയൊക്കെയുള്ളത് ടെയിലിന് വരുമ്പോൾ അത് മൂവ് ചെയ്യാനുള്ള പ്രയാസമാണ്. അപ്പോൾ ഇതൊക്കെ അബ്നോർമൽ മോർഫോളജിയാണ്. ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ്. സ്പേം കൗണ്ട്, സ്പേം മോർഫോളജി ഇതിനെ എല്ലാം ആസ്പദമാക്കി ഓരോ തരത്തിലുള്ള ടേംസ് ഉണ്ട്. അതായത് സെമൻ ആബ്സെൻ്റ് ആണെങ്കിൽ, അതായത് സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ സാമ്പിൾ കിട്ടിയില്ല അല്ലെങ്കിൽ വോളിയം ഒരുപാട് കുറവാണെങ്കിൽ അതിന് അസ്പെർമിയ എന്ന് പറയുന്നു. അതായത് ആബ്സെൻസ് ഓഫ് സെമനാണ് അത്. അസൂസ്പെർമിയ എന്ന് പറയുന്നത് സെമനിൽ സ്പേമിൻ്റെ ആബ്സെൻസിൽ, അതായത് സാമ്പിളുണ്ട് അത് പക്ഷേ സ്പേം ഇല്ല എന്നുണ്ടെങ്കിൽ അസൂസ്പെർമിയ എന്ന് പറയും. നമ്മൾ സ്ലൈഡ് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊറ്റയൊരു സ്പേം പോലും കാണത്തില്ല. അതിനെയാണ് അസൂസ്പെർമിയ എന്ന് പറയുന്നത്. ഒലിഗോസൂസ്പെർമിയ എന്ന് പറയുന്നത് സ്പേം കൗണ്ട് കുറവായിട്ട് കാണപ്പെടും പക്ഷേ കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ നെക്രോസ്പെർമിയ എന്ന് പറയുന്നത് ഇമ്മോർട്ടൈലായിട്ടുള്ള, അതായത് മൂവ്മെൻ്റ് ഇല്ലാതെ ഡെഡായിട്ട് സ്പേം കാണപ്പെടുന്നതാണ് നെക്രോസ്പെർമിയ എന്ന് പറയുന്നത്. ടെറാറ്റോസൂസ്പെർമിയ എന്ന് പറയുന്നത് സ്പേമിനുണ്ടാകുന്ന മോർഫോളജിക്കൽ ഡിഫക്റ്റാണ്. പറഞ്ഞതുപോലെ തന്നെ ഹെഡ്, ഡബിൾ ഹെഡ്, കോൾഡ് ടെയിൽ, ഇങ്ങനെയൊക്കെയുള്ള മോർഫോളജിക്കൽ ഡിഫക്റ്റ് സ്പേമിന് ഒരുപാട് വരികയാണെങ്കിൽ അത് ടെറാറ്റോസൂസ്പെർമിയ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അസ്തിനോസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേം മോട്ടിലിറ്റി കുറവാണ്. മോട്ടിലിറ്റി കാണും എങ്കിലും പ്യുവറായിട്ടുള്ള സ്പേം മോട്ടിലിറ്റിയാണ് അസ്തിനോസൂസ്പെർമിയ എന്ന് പറയുന്നത്. സ്പേം മോർഫോളജി നോക്കുമ്പോൾ സ്പേം അഗ്ലൂട്ടിനേഷനൂടെ ചെയ്യാറുണ്ട്. അതായത് സ്പേം അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് അഗ്ലൂട്ടിനേറ്റ് ചെയ്ത് കാണപ്പെടുന്നത് പോലെ തന്നെ മൈക്രോസ്കോപ്പിക് സ്ലൈഡിലാണെങ്കിലും സ്പേം അഗ്ലൂട്ടിനേറ്റ് ചെയ്ത് കാണപ്പെടും. അതായത് കൂട്ടം കൂടി കാണപ്പെടും. ഈ അഗ്ലൂട്ടിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെയാണ് തടസ്സപ്പെടുത്തുന്നത്. അതായത് ഒന്നിനും തന്നെ മൂവ് ചെയ്യാൻ സാധിക്കില്ല, എല്ലാം കൂടെ കൂടിച്ചേർന്ന് കാണപ്പെടും. അപ്പം അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നും റിപ്പോർട്ടിനകത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള എക്സാമിനേഷനാണ് കെമിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ, മൈക്രോസ്കോപ്പിക്കൽ, കെമിക്കൽ എന്നിങ്ങനെ 3 തരത്തിലാണ് സെമൻ സാമ്പിൾ നമ്മൾ അത് എക്സാമിൻ ചെയ്യുന്നത്. അതിൽ കെമിക്കൽ എക്സാമിനേഷനിൽ ഫ്രക്ടോസിൻ്റെ അളവും ഒക്കൾട്ട് ബ്ലഡും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒരു കീറ്റോ ഷുഗറാണ്. അത് സെമിനൽ വെസിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രക്ടോസിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ, അതായത് ഫ്രക്ടോസ് ചെയ്യുമ്പോൾ അത് ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സെമിനൽ വെസിക്കിളിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെന്നാണ് അതിനർത്ഥം. അതായത് ഫ്രക്ടോസ് എന്ന് പറയുന്ന കീറ്റോ ഷുഗറാണ്, അതുകൊണ്ട് തന്നെ എനർജി സോഴ്സ് കൂടാണ്. അപ്പോൾ ഈ എനർജി സോഴ്സ് ഇല്ലാതാകുമ്പോൾ സ്പേം മോട്ടിലിറ്റിക്കുമൊക്കെ പ്രോബ്ലം വരും. ഇതില്ലെന്നുണ്ടെങ്കിൽ സെമിനൽ വെസിക്കിളിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ടെസ്റ്റ്
സെലിവാനോസ് ടെസ്റ്റാണ്. സെലിവാനോസ് ടെസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റിയേജൻ്റ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് റിസോസിനോൾ ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl ആണ്. ഇതിൽ 5 ml സെലിവാനോസ് റിയേജൻ്റ് ഒരു ട്യൂബിലെടുക്കുക. അതിനകത്തോട്ട് 1 ml സാമ്പിൾ സെമൻ എടുക്കുക. അതായത് ഓരോ സെലിവാനോസ് ടെസ്റ്റ് അല്ലാതെയും ചെയ്യാറുണ്ട്, സെമൻ സാമ്പിളും ചെയ്യാറുണ്ട്. അപ്പോൾ 1 ml സാമ്പിൾ എടുത്തതിന് ശേഷം 30 സെക്കൻഡ് അത് ഹീറ്റ് ചെയ്യുക. അതിനുശേഷം അത് കൂളാക്കി നോക്കുമ്പോൾ ചെറിയ റെഡ് കളറിലുള്ള കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഫ്രക്ടോസ് ടെസ്റ്റ് എന്ന് പറയാം. അതായത് ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പോസിറ്റീവാണെന്ന് പറയാം. അതേസമയം ഫ്രക്ടോസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എന്നും പറയാം. ഒക്കൾട്ട് ബ്ലഡ് നോക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ്ങോ എന്തെങ്കിലും പ്രോസ്റ്റേറ്റിനോ സെമിനൽ വെസിക്കിളിനോ ഒക്കെ എന്തെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് യൂറിൻ ഡിപ്സ്റ്റിക്ക് ചെയ്യുന്ന അതേ സ്ട്രിപ്പ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒക്കൾട്ട് ബ്ലഡിൻ്റെ കാർഡ് കിട്ടുന്നതാണ്. അതിൽ സെമൻ സാമ്പിൾ ഒരു ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ബ്ലൂ കളർ വരുന്നുണ്ടെങ്കിൽ അത് ഒക്കൾട്ട് ബ്ലഡ് പോസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയും 3 എക്സാമിനേഷനാണ്: ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോസ്കോപ്പിക്കൽ. സാമ്പിൾ ഫസ്റ്റ് ലാബിൽ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് 30 മിനിറ്റ്സിന് ഉള്ളിൽ 1 അവറിനുള്ളിലാണ് സാമ്പിൾ ലാബിൽ എത്തേണ്ടത്. 3 to 5 days ആബ്സ്റ്റിനൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ സാമ്പിൾ ലേബൽ കാര്യങ്ങൾ, കളക്ഷൻ ടൈം ഇതെല്ലാം വേണം. ഇതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ലിക്വിഫാക്ഷൻ, വിസ്കോസിറ്റി, കളർ, റിയാക്ഷൻ എന്നിങ്ങനെയും, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക്കലിനകത്ത് സ്പേം മോട്ടിലിറ്റി, സ്പേം കൗണ്ട്, സ്പേം മോർഫോളജി, സ്പേം അഗ്ലൂട്ടിനേഷൻ ഇതും, അതുപോലെ കെമിക്കലിൽ ഫ്രക്ടോസിൻ്റെ ലെവൽ, ഒക്കൾട്ട് ബ്ലഡ് എന്നിങ്ങനെയും നോക്കുന്നുണ്ട്. സെമൻ അനാലിസിസ് മെയിനായും ഫോക്കസ് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ മെയിൽസിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ എന്നറിയാൻ ഹോർമോൺ ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. ഈ ഹോർമോണിൻ്റെ എല്ലാം തകരാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സെമനകത്തും സ്പേമിനകത്തുമുള്ള പ്രോബ്ലങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. FSH, LH, ടെസ്റ്റോസ്റ്റിറോൺ എന്നിങ്ങനെയുള്ള ഹോർമോണിൻ്റെ ലെവലും കൂടെ ടെസ്റ്റ് ചെയ്യുന്നതും ഇൻഫെർട്ടിലിറ്റിയെ റൂൾ ഔട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.